എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. മിഷൻ ഫസ്റ്റ് റാങ്ക് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ 10 മലയാളം ക്വസ്റ്റ്യൻസ്, 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഇതിൻ്റെയൊക്കെ എക്സാം ഒക്ടോബർ 22-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പെയ്ഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ നാളെയാണ് ക്ലോസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ വിച്ച് പ്രസസ് കാർഡ്സ് ആൻഡ് എൻവലപ്സ് ക്ലോസ് ടു ദ സിലിണ്ടർ. അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് ഭാഗമാണ് കാർഡിനെയും എൻവലപ്പിനെയും സിലിണ്ടറിനെ ക്ലോസ് ആയിട്ട് പ്രസ് ചെയ്യുന്നത്, ഏത് ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ആണ്, കാർഡ് ഹോൾഡർ. ആൻസർ ഓപ്ഷൻ സി കാർഡ് ഹോൾഡർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോഗ് ബ്ലോക്ക് ഈസ് ഓൾസോ നോൺ ആസ്. ഡോഗ് ബ്ലോക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്ലോക്കർ എന്നാണ്. ഡോഗ് ബ്ലോക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓക്കെ, അപ്പോൾ ഈ ഡോഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എത്ര ഇതാണ് വരുന്നത്? അതായത് 2 ഡോഗ്സ് ആണ് വരുന്നത്, ലൂസ് ഡോഗും റിജിഡ് ഡോഗും. അതിൽ ഇപ്പോൾ ആ ഒരു മെഷീൻ, ടൈപ്പ് റൈറ്റിംഗ് മെഷീന് വർക്കിംഗ് അല്ലാത്തപ്പം അവിടെ വരുന്നത് ലൂസ് ഡോഗ് ആണ് ആക്ഷനിൽ വരുന്നത്. അതേസമയം അത് വർക്കിംഗ് ആകുമ്പോൾ, അതായത് നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ റിജിഡ് ഡോഗ് ആണ് ആക്ഷനിൽ വരുന്നത്. ഓക്കെ, ഡോഗ് ബ്ലോക്കിൻ്റെ മറ്റൊരു പേരാണ് റോക്കർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ റോക്കർ മെക്കാനിസത്തിൽ വരുന്ന പാർട്സ് ആണ് ഡോഗ് ബ്ലോക്കും പിന്നെ അതുപോലെ പീനിയൻ വീലും എസ്കേപ്മെൻറ്റ് വീലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പ്രിങ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സെഗ്മെൻറ്റ് ഇൻ ഹാൽഡ ടൈപ്പ് റൈറ്റർ വിച്ച് ഈസ് കോൾഡ്. അതായത് ഒരു സ്പ്രിങ് ഹാൽഡ ടൈപ്പ് റൈറ്ററിൻ്റെ, അതായത് ഈ സെഗ്മെൻറ്റിൻ്റെ മുന്നിലായിട്ട് ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ പേര് എന്താണ്? ആൻസർ ബഫർ സ്പ്രിങ് ആണ്, ബഫർ സ്പ്രിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡെഡ് കീസ് ആർ പ്രൊവൈഡഡ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റർ. മലയാളം ടൈപ്പ് റൈറ്ററിൽ എത്ര ഡെഡ് കീസ് ആണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1. അതായത് ഒരു ഡെഡ് കീ ആണ് മലയാളം ടൈപ്പ് റൈറ്ററിൽ വരുന്നത്. അതിൻ്റെ പേരാണ് ചന്ദ്രകല. അതായത് ഡെഡ് കീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കീ പ്രസ് ചെയ്യുമെങ്കിലും അവിടെ ആ ഒരു ക്യാരേജിന് മൂവ്മെൻറ്റ് ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ അവിടെ ഇംപ്രഷൻ പതിയുകയും ചെയ്യും. അതിനാണ് ഡെഡ് കീ എന്ന് പറയുന്നത്. ഓൾ ടൈപ്പ് ബാർസ് റെസ്റ്റ് ഇൻ ദ. അതായത് ടൈപ്പ് ബാർ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ആൻസർ ടൈപ്പ് ബാസ്ക്കറ്റിലാണ് ടൈപ്പ് ബാർ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, ഹോം കീസ് ആർ പ്രൊവൈഡഡ് ഇൻ ഡാഷ് റോ. ഹോം കീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഏത് റോയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2. രണ്ടാമത്തെ ഇതിലാണ്, റോയിലാണ് ഹോം കീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ക്യാരക്ടർ കീസ് എന്ന് പറയുന്നത് 44 എണ്ണമാണ് ചോദിക്കാറുള്ളത്. അതാണ് 44 ക്യാരക്ടർ കീസാണ് വരുന്നത്. ക്യാരക്ടർ കീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 4 റോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള അഡീഷണൽ റോ ഉണ്ടെങ്കിലും ടൈപ്പ് റൈറ്ററിൽ കീസ് എത്ര റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റോ ആയിട്ടാണ് വരുന്നത്. ഹോം കീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ASDF സെമികോളൻ LKJ ആണ്. അതിൽ എയും സെമികോളനും ഗൈഡ് കീസ് ആണ് വരുന്നത്. ഓക്കെ, ലെറ്റേഴ്സ് വിത്ത് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഈസ് കോൾഡ്. ലെറ്റേഴ്സ് വിത്ത് ഈക്വൽ സ്പേസിംഗ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ആർ കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി അലൈൻമെൻറ്റ് ആണ്, അലൈൻമെൻറ്റ്. അടുത്തത്, ദ ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു ദ മെയിൻ സ്പ്രിങ് ബൈ മീൻസ് ഓഫ്. അതായത് ഈ ക്യാരേജ് മെയിൻ സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ കോഡ്. ഡ്രോ കോഡ്. ഓക്കെ, ഡ്രോ കോഡാണ്. അപ്പോൾ ഈ ഡ്രോ കോഡിന് പറയുന്ന മറ്റു പേരാണ് ഡ്രോ ബാൻഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് നമുക്ക്, ഈ ഡ്രോ കോഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ക്യാരേജ് പെട്ടെന്ന് സ്റ്റോപ്പായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് കുറച്ചുകൂടിയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരേജിനെ കുറച്ച് റേസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ആൻ ഒഫീഷ്യൽ ലെറ്റർ സ്റ്റെറ്റ് ഡിനോട്ട്സ്. സ്റ്റെറ്റ് എന്നുള്ളത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇഗ്നോർ കറക്ഷൻ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത്, ക്യാരേജ് ട്രാവൽസ് ഓൺ ദ. ക്യാരേജ് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി പീനിയൻ വീലാണ്, പീനിയൻ വീൽ. ഓക്കെ, അടുത്തത് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഈസ് സം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡാഷ് മിസ്റ്റർ ലാൽ ആൻഡ് മിസ്റ്റർ റോയ്. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? മിസ്റ്റർ ലാലിൻ്റെയും മിസ്റ്റർ റോയിൻ്റെയും ഇടയ്ക്ക് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 വ്യക്തികളാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ബിറ്റ്വീൻ ആണ് വരേണ്ടത്. 2-ൽ കൂടുതൽ വ്യക്തികളാണെങ്കിൽ എമംഗ് ആണ് വരിക. അത് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തെറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 പേരാണെങ്കിൽ ബിറ്റ്വീൻ ആണ് വരുന്നത്.
ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഡാഷ് ദ ബെൽ ഫോർ 5 minutes ബട്ട് നോ വൺ ഓപ്പൺഡ് ദ ഡോർ. അതായത് 5 മിനിറ്റത്തേക്ക് അയാൾ ബെല്ലടിച്ചു, പക്ഷെ ഒരാളും ഡോറ് ഓപ്പൺ ചെയ്തില്ല. ഏതാണ് വരുന്നത്? ഹാഡ് ബീൻ ആണ് വരുന്നത്. ഹാഡ് ബീൻ റിങ്ങിങ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ വരേണ്ടത്. അടുത്തത് വെൻ വി റീച്ച്ഡ് ദ ബസ് സ്റ്റേഷൻ ദ ബസ് ഡാഷ്. അതായത് നമ്മൾ ആ ഒരു ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ബസ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ഇതുപോലെ പാസ്റ്റ് ആക്ഷൻസ് 2 വരികയാണെങ്കിൽ ജസ്റ്റ്, അതായത് ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക്, ഇപ്പോൾ ഇതിൽ തന്നെ എക്സാമ്പിളിൽ വി റീച്ച്ഡ് ദ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ബസ് പോയിരുന്നു. അപ്പോൾ അവിടെ ആദ്യം ഏതാണ് നടന്നത്? ബസ് പോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും, പിന്നെ അതായത് രണ്ടാമത് നടന്ന ആക്ഷൻ അത് പാസ്റ്റ് ടെൻസിലാണ് കൊടുക്കേണ്ടത്. ശ്രീലങ്ക ഡാഷ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ. ഇത് കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ലൈ അല്ലെങ്കിൽ ലൈസ് ആണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ലൈസ്, LIES ആണ് വരുന്നത്. ഓക്കെ, അതായത് ശ്രീലങ്ക സൗത്ത് ഇന്ത്യൻ്റെ അടുത്താണ് കിടക്കുന്ന ആ ഒരു ഇതിൽ വരുന്നത് ലൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് സെൻറ്റൻസ് ടു മേക്ക് ഇറ്റ് മീനിങ് ഫുൾ. അതായത് ഇവിടെ സെൻറ്റൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സെഞ്ച്വറി, ഹിസ് ഡിസപ്പിയറൻസ്, ഈസ് ഓഫ്. അവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കി നോക്കാം. ഹിസ് അൺസോൾവ്ഡ് മിസ്റ്ററീസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിസപ്പിയറൻസ് ഓഫ് ദ 21st century. അത്ര ശരിയായിട്ട് തോന്നുന്നില്ല അല്ലേ? ഹിസ് ഡിസപ്പിയറൻസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അൺസോൾവ്ഡ് മിസ്റ്ററീസ് ഓഫ് ദ 21st century. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സമയം എടുത്തിട്ട്, എക്സാം ഹോളിലാണെങ്കിൽ സമയം എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക, തീർച്ചയായിട്ടും കിട്ടും. അടുത്ത കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് റിലേറ്റീവ് ക്ലോസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഫയർ ഫൈറ്റർ ഈസ് എ പേഴ്സൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഹൂ പുട്ട്സ് ഔട്ട് ഫയർ. ഹൂ ആണ് അവിടെ വരേണ്ട റിലേറ്റീവ് പ്രോനൗൺ. ഓക്കെ, റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയും. കൺവേർട്ട് ദ സെൻറ്റൻസ് ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അവർ ഗേൾസ് ക്യാൻ വിൻ ദ മാച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും അറിയില്ലെങ്കിൽ കൂടി, അതായത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് വോയിസിൽ ബി അല്ലെങ്കിൽ ബീൻ അല്ലെങ്കിൽ ബീങ് ഏതെങ്കിലും ഒന്ന് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ നോക്കാം. ഓപ്ഷൻ സിയിലും ഡിയിലും അങ്ങനെ ഒരു വാക്കേ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും ഡിയും ക്യാൻസൽ. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ നോക്കുക, ഇവിടെ തന്നിട്ടുള്ള സബ്ജക്റ്റ് ഗേൾസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അതായത് ദ മാച്ച് ക്യാൻ ബി വൺ ബൈ അവർ ബോയ്സ്. ഇവിടെ ബോയ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ മാച്ച് ക്യാൻ ബി വൺ ബൈ അവർ ഗേൾസ്. ഓക്കെ, ആൻസർ 77ൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ ഈ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അതായത് ഗ്രാമർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള കീവേഡ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തതുപോലെ ഇതിൽ വേറെ ഒന്നും മാറ്റാനില്ല. വേറെ അതായത് നമ്മൾ വേറെ റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു ജസ്റ്റ് ആ വാക്ക് കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ചേഞ്ച് ദ സെൻറ്റൻസ് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹി സെഡ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഫിലിം. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പോൾ അവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണോ ആ ഒരു ടെൻസിലേക്ക് മാറ്റണം. ഇവിടെ സെഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് എന്താവണം? പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഒന്നാമത്തെ സെൻറ്റൻസിൽ ഡോണ്ട് ആണ്, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1, അതായത് 1 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡൻറ്റ് ലൈക്ക് ദ ഫിലിം. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും പാസ്റ്റ് ടെൻസ് ആണോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും.
He said, I can do it myself. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, അതായത് രണ്ടാമത്തതാണ് ഇവിടെയും കറക്റ്റായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം മൈസെൽഫ് എന്നുള്ളത് മൈസെൽഫ് അല്ല, ഹിംസെൽഫാണ് മാറേണ്ടത്. ഫസ്റ്റത്തെ സെൻറ്റൻസിൽ മൈസെൽഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഫസ്റ്റത്തത് തെറ്റായിപ്പോയത്. ഓക്കെ, അടുത്തത് പങ്ക്ച്വേറ്റ് ദ സെൻറ്റൻസ് ആൻഡ് എഡിറ്റ് സ്യൂട്ടബിളി. അതായത് ഇവിടെ പങ്ക്ച്വേഷൻ കൊടുക്കാനാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. അതായത് ഇതൊരു എന്ത് സെൻറ്റൻസാണ്, ഇത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് പങ്ക്ച്വേറ്റ് ചെയ്യുന്നത്? പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പങ്ക്ച്വേഷൻ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ ക്യാപിറ്റലൈസേഷൻ വേണം. അതായത് കറക്റ്റ് ഏത് വാക്കുകളാണോ ക്യാപിറ്റൽ ചെയ്യേണ്ടത് അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥാനത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം, കോമ ഇടേണ്ട സ്ഥാനത്ത് കോമയും ഇടണം. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കാം, വാട്ട്, അത് W ക്യാപിറ്റൽ അല്ല. ഓപ്ഷൻ ബിയും W ക്യാപിറ്റൽ അല്ല. പിന്നെ ഓപ്ഷൻ സി നോക്കാം, വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇത് എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓപ്ഷൻ ഡി കറക്റ്റ് ആയിരുന്നു, പക്ഷെ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കുറവുണ്ട്. ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, സി ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോവിഡ് അനന്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം ദിശാബോധം എന്നുള്ളതിൻ്റെ സമാന പദം ലക്ഷ്യബോധമാണ്, ലക്ഷ്യബോധം. ഓക്കെ, ONV കുറുപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരും ഡാഷ് എന്ന് വിളിക്കാം. അതായത് ONV കുറുപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരെയും എന്ത് വിളിക്കാമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പുരസ്കൃതർ എന്ന് വിളിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിവരയിട്ട പദങ്ങളിൽ ശരിയായത് ഏതാണ്? ഫസ്റ്റത്തത് അതിഥിയാണ്. നമ്മൾ ആ സെൻറ്റൻസ് വായിക്കേണ്ട ആവശ്യമില്ല. ഇതിലേതാണ് അതിഥി കറക്റ്റായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരു വിദേശ രാഷ്ട്രത്തലവനെ അതിഥിയായി ക്ഷണിക്കാറുണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. മാർക്ക് ചെയ്തപ്പം ജസ്റ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ ത്യാജ്യം എന്നതിൻ്റെ വിപരീത പദം ഏതാ? ത്യാജ്യം ഗ്രാഹ്യമാണ്, ഗ്രാഹ്യം. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമ മെത്ര യുമൽപ കാലസ്ഥിത മോർക്കനി. ധനം എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? പുത്രമിത്രാർത്ഥ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അർത്ഥം എന്നുള്ളതിന് ധനം എന്ന മീനിങ് ഉണ്ട്. അർത്ഥം എന്നുള്ളതിന് ധനം എന്നുള്ള മീനിങ് വരുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് ഴാങ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഈ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യയം ചേർന്ന പദം ഏതാണ്? അപ്പോൾ ഇവിടെ ബഹുവചനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയമവ്യവസ്ഥ അത് ബഹുവചനമല്ല, ശിക്ഷയും ബഹുവചനമല്ല. പിന്നെ തെറ്റുകുറ്റങ്ങളാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. തെറ്റുകുറ്റങ്ങൾ അതാണ് ബഹുവചനമായിട്ട് വരുന്നത്. ഇനി ഇവിടെ കവി എന്ന പദത്തിൻ്റെ എതിർലിംഗ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കവയിത്രി. എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് അടിവരയിട്ട പദഭാഗത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന പദം തിരഞ്ഞെടുക്കുക. വരുതിയിലാക്കുക എന്നുള്ളതിൻ്റെ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നേടിയെടുക്കും എന്നുള്ളതാണ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1947 ഓഗസ്റ്റ് 15-ന് ഭാരതം സ്വതന്ത്രമാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെയ്ഡ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നാളെയാണ് ക്ലോസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.